to fight BJP. But there is a murky situation that has happened in Kerala, wherein people like Rahul Gandhi, Mallikarjun Kharge, Srimati Priyanka Gandhi all descend on Kerala and accuse us of having some sort of a truck with BJP. If that is the charge and approach of the Congress, then what is the whole purpose of we sitting together? പ്രതിപക്ഷ ഐക്യം അനിവാര്യമെന്ന നിലപാടാണ് തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജി പങ്കുവച്ചത്. വോട്ടുകൊള്ളയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും മമത ഉന്നയിച്ചു. വോട്ടുകൊള്ള അടക്കമുള്ള വിഷയങ്ങൾ സഖ്യകക്ഷികളിൽ പലരും ഏറ്റെടുക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാണിച്ചു. വോട്ടുകൊള്ള, തെരഞ്ഞെടുപ്പ് അട്ടിമറി, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നിവ ഉന്നയിച്ച് ചീഫ് ജസ്റ്റിസിന് കത്തു നൽകാൻ യോഗം തീരുമാനമെടുത്തു. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ശക്തമാക്കും. സാമ്പത്തിക സ്ഥിതി, വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നും 2 മാസം കൂടുമ്പോൾ സഖ്യത്തിന്റെ യോഗം ചേരാനും തീരുമാനമായി. Union government should immediately call an all-party meeting to discuss the precarious current economic situation, unemployment, price rise, and farmers' issue and other people-centric issues. ഓഗസ്റ്റിൽ ഹൈദരാബാദിലാണ് അടുത്ത യോഗം. DMKയെ തിരികെ കൊണ്ടുവരണമെന്ന പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ MK സ്റ്റാലിനുമായി ചർച്ചയുണ്ടാകും. പാർലമെന്റിൽ അംഗങ്ങളില്ലാത്തതിനാൽ TVKയെ തൽക്കാലം സഖ്യത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.